റെക്കോർഡ് ഓൺ ആക്കില്ല. ഓക്കെ ഫൈൻ. എന്തിനാണ് നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്? അല്ല, നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കണ്ടേ? അതല്ലേ മാന്യത? നീ എന്നോട് സംസാരിക്കുന്നു. ഹായ് ഗായ്സ്, ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പഴയമാതിരി ന്യൂസോ എൻ്റർടൈൻമെൻറ്റോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നല്ല കാണുന്നത്. കുറച്ചു കാലം മുന്നേ നൂലുകെട്ടും പ്രസവവും പിന്നെ കുട്ടിൻ്റെ അപ്പിയെഴുകലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നല്ല. ഇപ്പോൾ യൂട്യൂബേഴ്സ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭരണിപ്പാട്ടുകളാണ് കാണുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൈസും ആൻഡ് മൂപ്പനും. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തേക്ക് എത്തിപ്പെടാൻ കാരണം ഇവർ ബഷീർ ബഷീറിൻ്റെ വീഡിയോ എടുത്ത് ചെയ്തിരുന്നു. ഇവർ മാത്രമല്ല, ഇവരെ പോലെ കുറേ ആൾക്കാർ ചെയ്തിരിക്കണു. അത് പോട്ടെ. ബഷീർ ആണെങ്കിൽ ഇപ്പോൾ പഴയമാതിരി വീഡിയോ ഒന്നും അധികം ചെയ്യാറില്ല. പക്ഷേ ഈ സൈബർ അറ്റാക്ക് സഹിക്ക വയ്യാതെ എല്ലാവരുടെ പേരിലും ഓരോ കേസുണ്ട് ഇട്ട് കൊടുത്തു. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അത്യാവശ്യം ഫേമസ് ആണ് ബഷീർ ബഷീർ. അതിൽ ബഷീർ മൂപ്പന് ഫോൺ വിളിച്ചിരുന്നു. അപ്പോൾ മൂപ്പൻ അങ്ങനെ മാപ്പ് കൊടുത്തു ബഷീർ. പക്ഷേ കൈസാണെങ്കിൽ കേസിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് എഴുതിയിട്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് മൂപ്പന് പഴയൊരു വോയിസ് കൊടുത്തിട്ട് കൈസിന് നേരെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് മറുപടിയായിട്ട് കൈസും അപ്പം തന്നെ തിരിച്ചൊരു വീഡിയോ കൂടി ഇട്ടിരുന്നു. പക്ഷേ മൂപ്പനൊരു നെറിയട്ട കളി അവിടെ കളിച്ചു. ഒരുപാട് നന്മകൾ പറഞ്ഞ് ജനങ്ങളെ ഉപദേശിക്കണ മൂപ്പന് ഈ തരം താഴ്ന്ന പരിപാടി ചെയ്യുന്നത് ഞാൻ കരുതിയില്ല. കൈസ് ജോലി ചെയ്യണ സ്ഥാപനത്തേക്ക് വിളിച്ചിട്ട് ഇവൻ ഒരുപാട് പെൺകുട്ടികളെ ജീവിതം നശിപ്പിച്ചിക്കണു, ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിക്കുക. എന്തായാലും ഇത്രയൊക്കെ നന്മ പറയുന്ന മൂപ്പൻ്റെ വോയിസ് ഒന്ന് കേൾക്കാം. അത് നമ്മളൊരു കാര്യം പുള്ളിയോട് നേരിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കൈസ് എന്ന് പറയുന്ന ഒരു പുള്ളി യൂട്യൂബിലൂടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് കുറെ അധികം സ്ത്രീകളെ ഇങ്ങനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ പുള്ളി ഇത് ട്രിവാൻഡ്രത്തിനാണ്. ഹലോ, പേഴ്സണൽ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ, ഓഫീസിലേക്ക്, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന് സംസാരിക്കേണ്ടി വരും. കാരണം ഇത് വളരെ മോശമാണ്. ഇതിനെ വിളിക്കുന്നത് ശരിയല്ലെന്ന് അറിയാം. പക്ഷേ ഇത് എന്താണ് ഒരു പരിധി വിട്ടുകൊണ്ട് മാത്രമാണ് ഇതിനോട് സംസാരിക്കുന്നത്. പക്ഷേ ഇത്രയ്ക്ക് ചീപ്പായിരുന്നു ആർട്ടിസ്റ്റ് മൂപ്പൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനല്ലേ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം മൂപ്പന് വേണ്ടി തുറന്നു വെച്ചിക്കണ്. ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ആളല്ലേ മൂപ്പ. എന്നിട്ട് ജനങ്ങളെ മുന്നിൽ നന്മമരം, അല്ലാത്ത സമയത്ത് തിന്മമരം. അതത്ര നല്ലതല്ല. നമ്മൾ എത്രയൊക്കെ മുഖം മൂടി വെച്ച് കഴിഞ്ഞാലും അത് ഒരു നാൾ അഴിഞ്ഞു വീണ് യഥാർത്ഥ മുഖം പുറത്തേക്കൊണ്ട് വരും. എന്തായാലും മൂപ്പനിന്ന് ഇത്രയും തരം താഴ്ന്നൊരു പരിപാടി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഒരുപാട് ആൾക്കാരെ വിമർശിക്കുമ്പോഴും വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ ജോലി ചെയ്യണ സ്ഥാപനത്തിൽ കുളിച്ചിട്ട് അയാൾ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തകർത്തുക്കണു എന്നൊക്കെ പറയുമ്പോൾ ആ ജോലി ചെയ്യണ ആൾക്കും അവിടെയുള്ള സ്ഥാപനത്തിലുള്ള ആൾക്കൊക്കെ എത്ര മാനക്കേടാണെന്നറിയോ. എന്തായാലും ഈ ചെയ്ത് വളരെ മോശം പരിപാടിയാണ്. ഇതറിഞ്ഞ കേസ് മൂപ്പനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ മൂപ്പന് മറുപടി ഒന്നും പറയാല്ല. എന്തായാലും അതൊന്നും കാണാം. എന്താടാ പ്രശ്നം? എന്ത് പ്രശ്നം? നീ എന്റെ ഓഫീസിലേക്ക് വിളിച്ചെന്ന് എന്താണ്? റെക്കോർഡ് ഓൺ ആക്കില്ല. ഓക്കെ ഫൈൻ. എന്തിനാണ് നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്? അല്ല, നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കണ്ടേ? അതല്ലേ മാന്യത? നീ എന്നോട് സംസാരിക്കുന്നു. മുട്ടയെ നശിച്ചേ. നീ അതൊന്ന് പറ. ഇല്ലാത്ത പേഴ്സണൽ നമ്പർ നിനക്കില്ലേ? നീ എന്റെ ഓഫീസ് നമ്പറിലേക്കല്ലേ വിളിച്ചത്? എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരിക്കെ തന്നെ നീ എന്താണ് വീഡിയോയിൽ എന്ന് പറയുന്നത്? ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തത്? ഞാൻ നിന്നെ എന്റെ പേഴ്സണൽ മാനമാണടാ. ഒരുത്തൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് തോന്നിയാത്ത കാണിക്കാൻ നിന്റെ നന്മ യൂട്യൂബിൽ വെച്ചാൽ നിനക്ക് എനിക്കറിയാൻ നീ എന്തിനാണ് എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചത്? അത് നീ പറ. എന്റെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാന്നുണ്ടെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കരുത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കും. നീ കൂടുതൽ എന്ത് സംസാരിക്കും? യൂട്യൂബിൽ വായിച്ചാൽ നിന്റെ നന്മമരങ്ങളൊക്കെ ഞാൻ പൊളിച്ചുതരാം. നിന്റെ നന്മമരങ്ങളൊക്കെ ഞാൻ പൊളിച്ചുതരാം. സ്ഥാപനത്തിൽ കയറി കളിക്കാൻ മാത്രം വളർന്നടാ. ഈ സ്ഥാപനത്തിൽ കയറി കളിക്കാൻ മാത്രം വളർന്നടാ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാണ്ടാവും. എന്നിട്ട് ഇവിടെ നീ സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നത് നിനക്ക് യൂട്യൂബിൽ മറുപടി ഉണ്ടാക്കപ്പോ നിനക്ക് എന്റെ ജോലി കളയോ? എന്റെ ജോലി കളയുന്നു. ഞാൻ ഏതാണ് നശിപ്പിച്ചത്? അത് നീ പറ. എടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ സ്ഥാപനത്തിലേക്ക് എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം. എന്റെ സ്ഥാപനത്തിലേക്ക് ബ്ലോക്കാക്കി ഞാൻ നിന്റെ നമ്പർ വെറുതെ അനാവശ്യം പറയുന്നത്. നിനക്ക് പറഞ്ഞു നിൽക്കാൻ അറിയാത്തതുകൊണ്ട് നീ എന്തൊക്കെയാ സ്ഥാപനത്തിൽ ജോലി കളയാൻ വേണ്ടി കളിക്കുക. അവിടെ നാണമാണ്. നിന്റെ നന്മമരങ്ങൾ നാളത്തോട് കൂടി പൊളിയും. നിന്റെ നന്മ നാളത്തോട് കൂടി പൊളിയും. നീ എന്തായാലും ഇതാ കണ്ടില്ലേ? ബബ്ബ
ഇതെന്താ തിലകന് പഠിക്ക്? ഇത്രക്കും നാണംകെട്ട കളി കളിച്ചിട്ട് ഇതിനൊരു മറുപടി പറയാൻ വയ്ക്കാത്ത ഈ മൂപ്പനാണോ ജനങ്ങളെ നന്നാക്കാൻ നടക്കുന്നത്? എന്തായാലും മൂപ്പൻ കാണിച്ച ഈ പരിപാടിയോട് എനിക്ക് യോജിപ്പില്ല. എന്താ നിങ്ങളെ അഭിപ്രായം? അത് താഴെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കൊണ്ടു. എന്തായാലും എൻ്റെ ഒരു റിക്വസ്റ്റാണ്, പരമാവധി യൂട്യൂബേഴ്സുകളൊന്നും തമ്മിലടിക്കാതിരിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പല മുഖംമൂടികളും അഴിഞ്ഞു വീഴും. അതൊക്കെ അഴിഞ്ഞു വീഴാതിരിക്കുകയാണ് നല്ലത്. അത് അവിടെ തന്നെ ഇരിക്കുകയാണ് നല്ലത്. എന്തായാലും ഇവർ ഈ അടികൂടൽ ഇപ്പം അടുത്തൊന്നും നിർത്തൂല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നു. അതുവരേക്കും ടാറ്റ ബൈ ബൈ.